ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വരുന്ന 18-ാം തീയതി നമ്മുടെ APUയുടെ എക്സാം വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നോക്കി വയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഒന്നൊരു ഓവറോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസ് മൊത്തത്തിലൊന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നേരെ നമ്മൾ ടോപ്പിക്കിനുള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ആദ്യം ചില ചോദ്യങ്ങളിലൂടെ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യത്തിൻ്റെ ചില ട്രെൻഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കയറാം. അപ്പോൾ ആദ്യം ഒരു ചോദ്യം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ അടുത്തിടെ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചു പോയൊരു ചോദ്യമാണ് ഇത്. ഇവിടെ 3 കമ്മിറ്റികളുടെ പേര് തന്നിട്ടുണ്ട്: വാഗുൽ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, അതുപോലെ കാർവേ കമ്മിറ്റി. ഇതിൽ ശരി ഏത് എന്നുള്ളതാണ് നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് മിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഒന്ന്, ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഓരോ പോയിന്റുകളായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അങ്ങനെയെങ്കിൽ ആരാണ് നബാർഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് നബാർഡ്? നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നമ്മൾ നബാർഡിനെ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എന്നുള്ളതാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്തൊക്കെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നബാർഡ് വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായിട്ടുള്ള ബാങ്കുകളുടെയൊക്കെ, അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു പരമോന്നത ബാങ്കായിട്ടാണ് ആര് വന്നിട്ടുള്ളത്? നബാർഡ് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ നിയന്ത്രിക്കുന്ന ആളും ആര് തന്നെയാണ്? നബാർഡാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാമീൺ ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് നബാർഡാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, ഇതൊക്കെ PYQ ആണ്, ഇതൊക്കെ നോക്കി വെച്ചേക്കുക. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നിയന്ത്രിക്കുന്നതും നബാർഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നബാർഡുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ, നബാർഡ് രൂപീകരിച്ചതെന്നാണ്. 1982 ജൂലൈ 12 നബാർഡിൻ്റെ രൂപീകരണം. 1982 ജൂലൈ 12, ഈ രണ്ടും ഒന്ന് കണക്ട് വെച്ചേക്കുക. 82, 12. അപ്പോൾ 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെടുന്നത്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ കൃഷിക്കും ഗ്രാമീണ വികസനത്തിനും പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പരമോന്നത ബാങ്കായിട്ടാണ് ആര് വന്നിട്ടുള്ളത്? നബാർഡ് വന്നിട്ടുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക. നബാർഡ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ 1-2 എളുപ്പ വഴികൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ നബാർഡിൽ നബാർഡ് എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ, ഈ നബാർഡിൽ നബാർഡ് എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആരെ ഓർക്കുക? നമ്മൾ ശിവനെയും രാമനെയൊക്കെ ഓർക്കുക. എന്ന് ഓർത്തിരുന്നാൽ തന്നെ ആരെ കിട്ടും? ശിവരാമൻ കമ്മിറ്റി കിട്ടും അല്ലേ. നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശിവനെയും രാമനെയൊക്കെ ഓർക്കുക. എന്നുള്ളതിൽ നിന്ന് ശിവരാമൻ കമ്മിറ്റി എന്നുള്ളത് ഓർത്തെടുക്കാം. ഇനി നബാർഡ് എന്ന് വായിക്കുമ്പോൾ ഈ നബാർഡിലെ 6 എന്ന് പറയുന്ന ലെറ്റർ സൈലന്റ് അല്ലേ. ഈ 6ൽ നിന്ന് ഈ 6ാമത്തെ 5 ഇയർ പ്ലാനാണ് നബാർഡ് വന്നത് എന്നുകൂടി ഓർത്തിരിക്കാമല്ലോ. ശരി, അപ്പോൾ 6ാമത്തെ 5 ഇയർ പ്ലാനിൽ 1982 ജൂലൈ 12, 1982 ജൂലൈ 12 ആര് വരുന്നത്? നബാർഡ് വരുന്നത്. ഏതൊക്കെ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത്? ഇന്ത്യയിൽ RRBകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നബാർഡാണ്. RIDF ഫണ്ടുകളൊക്കെ നിയന്ത്രിക്കുന്ന നബാർഡാണ്. അതുപോലെ കൃഷിക്കും ഗ്രാമീണ വികസനത്തിനുമായിട്ടുള്ള ബാങ്കുകളെയും സ്ഥാപനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു പോകുന്ന ആരാണ്? നബാർഡാണ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ കൃഷിക്കും ഗ്രാമീണ വികസനത്തിനുമായിട്ടുള്ള പരമോന്നത ബാങ്കാണ് നബാർഡ്. സെറ്റ്. ശരി, അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു കണക്റ്റഡ് ഫാക്ട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഈ RRB? ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഗ്രാമീൺ ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? RRBകൾ എന്ന് വിളിക്കുന്നത്. നാട്ടിൻപുറത്ത് കാണുന്ന ഗ്രാമീൺ ബാങ്കുകളാണ്. അപ്പോൾ ഈ ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിതമായിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1975 1975 ഈ പറയുന്ന ഗ്രാമീൺ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിക്കപ്പെടുന്നത് ഇന്ത്യയിൽ. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾക്ക്, കർഷകർക്കൊക്കെ ലോൺ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ വന്ന ബാങ്കാണ് ഈ RRB എന്ന് പറയുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി ആണെങ്കിൽ, ഇവിടെ നമ്മുടെ ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നരസിംഹൻ കമ്മിറ്റിയാണ്. ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി എന്ന് പറയുന്നത് നരസിംഹൻ കമ്മിറ്റിയാണ്.
ഇവിടെയും ഇങ്ങനെ നോർത്തിരുന്നോ, RRB എന്ന് വായിക്കുന്നിടത്ത് ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ റോർ എന്ന് വായിക്കാമല്ലോ, റോർ അല്ലേ. റോർ ചെയ്യുന്നത് ആരാ? റോർ ചെയ്യുന്നത് സിംഹമാണ്. ശരിയാണ്, റോർ ചെയ്യുന്ന സിംഹമാണ്. അപ്പം അങ്ങനെയെങ്കിൽ റോർ ചെയ്യുന്ന ആൾ സിംഹം എന്ന അർത്ഥത്തിൽ നിന്ന് ഈ റോറിൽ നിന്ന് ആരെ ഓർത്തെടുക്കാം? ഈ നരസിംഹനെ ഓർത്തെടുക്കാം, നരസിംഹൻ കമ്മിറ്റി. അപ്പം നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ശിവനെ രാമനെ ഓർക്കുക. നമുക്ക് ബാഡ്, അപ്പോൾ ഈ ബിയിലാണ് തുടങ്ങുക. നമുക്ക് ബാഡ്, ബി ശിവരാമൻ കമ്മിറ്റി. ശരിയാണ്, 1982 ജൂലൈ 12 6ാമത്തെ 5 ഇയർ പ്ലാൻ. ഇനി RRBകൾ റോർ ചെയ്യുന്ന സിംഹം. അപ്പം നരസിംഹൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1975 ആര് വരുന്നത്? RRBകൾ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വനിതാ സിംഹം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ദിരാഗാന്ധി അല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് 1975 അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വർഷം തന്നെയാണ് ആര് വന്നതെന്ന് ഓർത്തിരിക്കുക? ഗ്രാമീൺ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് എന്നുകൂടി എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇത് രണ്ടും എപ്പോഴും PSC ചോദിച്ചു പോകുന്ന ഭാഗമാണ്, PYQവിൽ ഒരുപാടുള്ള ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. സെറ്റല്ലേ? ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ ദേ തിരിച്ചു വരാം. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ് എന്നെല്ലാവർക്കും അറിയാം. ഇനി അതുപോലെ കാർവേ കമ്മിറ്റി എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് കണ്ടുപോകാറുള്ള ഒന്നാണ് കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് ഗ്രാമീണ ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കമ്മിറ്റിയാണ്. ഏത്? കാർവേ കമ്മിറ്റി. അപ്പോൾ എന്താണ് കാർവേ കമ്മിറ്റി? അതുകൂടി എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കി വയ്ക്കാം. 1955 ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഗ്രാമീണ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെറുകിട വ്യവസായങ്ങൾ വളർന്നു വരണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 1955 പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഗ്രാമങ്ങളെയും ബിസിനസ്സുകളെയും കുറിച്ചുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആര്? പ്ലാനിംഗ് കമ്മീഷനാണ് ആ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡായിട്ട് മുന്നോട്ട് വെച്ചത് ദത്താത്രേയ ഗോപാൽ കാർവേ എന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മിറ്റിയുടെ ഹെഡായിട്ടിരുന്ന ആൾ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി പിൽക്കാലത്ത് ദത്താത്രേയ ഗോപാൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കാർവേയുടെ പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് എന്ത് പേരിൽ അറിയപ്പെടുകയാണ്? കാർവേ കമ്മിറ്റി എന്ന പേരിലേക്ക് അറിയപ്പെടുകയാണ്. ഗ്രാമീണ അല്ലെങ്കിൽ ഗ്രാമ ചെറുകിട വ്യവസായ സമിതി പിന്നീട് എന്തായിട്ട് മാറി? കാർവേ കമ്മിറ്റി എന്ന് വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ചെറുകിട വ്യവസായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വെച്ചൊരു കമ്മിറ്റിയാണ് എന്ന് പറയുക കാർവേ കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. കാർവേ കമ്മിറ്റി. അപ്പം കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആര്? കാർവേ എന്ന് പറയുന്നത് ഗ്രാമീണ ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രാമങ്ങളിലാണെങ്കിലും പണ്ട് കാലത്ത് വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ, പ്രത്യേകിച്ച് നല്ല റോഡുകളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഗ്രാമങ്ങളിൽ ചെറുകിട വ്യവസായങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാർ വേ എങ്കിലും ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു കാർ പോകാനുള്ള വഴിയെങ്കിലും ഉണ്ടായത്. ശരിയല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഗ്രാമത്തിൽ ചെറുകിട വ്യവസായമൊക്കെ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാറ് പോകാനുള്ള വേ ഉണ്ടായത് എന്ന് ഓർത്തിരുന്നാൽ തന്നെ ഈ ഒരു കാർവേ കമ്മിറ്റി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് കാണാറുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ് ഇല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നേരെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 2ഉം 3ഉം ശരി എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നുള്ളതാണ്. 1 മാത്രം, 2 മാത്രം, 3 മാത്രം എന്നുള്ള വെട്ടിക്കളഞ്ഞാലും ആൻസർ കിട്ടുമായിരുന്നു. ഇനി നമുക്ക് വാഗുൽ കമ്മിറ്റിയെ കൂടി ഒന്നറിയാം. ഇനി വാഗുൽ കമ്മിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ വാഗുൽ കമ്മിറ്റി ആരാണ്? ഈ വാഗുൽ കമ്മിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ 1987 എന്ത് ചെയ്യുന്നത്? വാഗുൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പണവിപണിയുടെ പ്രവർത്തനങ്ങളിലാണ് ആര് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ഈ വാഗുൽ കമ്മിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അന്ന് അദ്ദേഹം ICIC ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു ഈ നാരായൺ വാഗുൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ നാരായൺ വാഗുലിനെ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയുടെ പണവിപണിയുടെ മണി സപ്ലൈ ഒക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു കാര്യക്ഷമത എന്നിവയെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ഈ ഒരു നാരായൺ വാഗുലിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പണവിപണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം കുറേ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലിശ നിരക്കുകളിലൊക്കെയുള്ള RBIയുടെ നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പരമാവധി കുറയ്ക്കണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിനനുസരിച്ച് മാർക്കറ്റിലെ മണി സപ്ലൈ കൂടുകയും രാജ്യത്തിൻ്റെ ഉൽപ്പാദനമൊക്കെ കൂടാനൊക്കെ പറ്റുള്ളൂ. ഇനി അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മണി സപ്ലൈ അല്ലെങ്കിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോ ബാങ്കുകളുടെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തിൻ്റെ പണവിപണിയുടെ കാര്യത്തിലാണെങ്കിലും പരമാവധി മണി സപ്ലൈ ഒക്കെ കൂട്ടുകയാണ് വേണ്ടത് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? വാഗുൽ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയാണ്.
അങ്ങനെ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാങ്കുകളുടെ മേലുള്ള വലിയ വലിയ നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലിക്വിഡിറ്റി കൂടുമെന്നും മണി സപ്ലൈ കൂടുമെന്നും ഒക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വാഗുൽ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഓർത്തിരിക്കാം, വാഗുൽ കമ്മിറ്റി തീർച്ചയായിട്ടും ഇന്ത്യയുടെ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കമ്മിറ്റികളെ എന്തായാലും മറക്കാതിരിക്കുക. വാഗുൽ കമ്മിറ്റി എന്തായിരുന്നു? ഇന്ത്യൻ മണി മാർക്കറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി. ഇനി നരസിംഹൻ കമ്മിറ്റി RRBകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റിയാണ്. എങ്കിൽ നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാ? നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നബാർഡ് നമ്മൾ എന്തായാലും മറക്കില്ല. നബാർഡ് ആരാണ്? ബി ശിവരാമൻ കമ്മിറ്റി അല്ലേ. ബി ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. ബി ശിവരാമൻ കമ്മിറ്റി. ഓക്കെ. അങ്ങനെയെങ്കിൽ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാ? കേരള ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ്? കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശ്രീറാം കമ്മിറ്റിയാണ്. ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശ്രീറാം കമ്മിറ്റിയാണ്. ശരിക്കും ഇന്ത്യയിലുണ്ടായിരുന്ന നമ്മുടെ സഹകരണ ബാങ്കുകളിലെ ജില്ലാ സഹകരണ ബാങ്ക്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള പ്രാഥമിക സഹകരണ ബാങ്കിനെ അതുപോലെ നിലനിർത്തിയിട്ട് മുകളിലുള്ള ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കിനെയും അതുപോലെ അതിൻ്റെ ടോപ്പിലുള്ള സംസ്ഥാന സഹകരണ ബാങ്കിനെ രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് 2019 ആര് വരുന്നത്? നമ്മുടെ കേരള ബാങ്ക് ജന്മം കൊള്ളുന്നത്. 2019 ആര് നിലവിൽ വരുന്നത്? കേരള ബാങ്ക് നിലവിൽ വരുന്നത്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ആരാണ്? ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ശ്രീറാം കമ്മിറ്റിയാണ്. അങ്ങനെയെങ്കിൽ പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ്? പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ്? പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നജികേത് മോർ കമ്മിറ്റിയാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നജികേത് മോർ കമ്മിറ്റിയാണ്. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നജികേത് മോർ കമ്മിറ്റിയാണ്. അപ്പോൾ നജികേത് മോർ കമ്മിറ്റി ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ. നമ്മളിപ്പോൾ പിന്നീട് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് അല്ലെ ഓൺലൈനായിട്ടൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് ഫ്രീ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുക അല്ലേ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഫുൾ കോഴ്സുകൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ കാണണമെങ്കിൽ എന്തായിരിക്കും ചോദിക്കുന്നത്? മോർ പേയ്മെൻറ്റ് അല്ലെ, ഇനിയും പേയ്മെൻറ്റ് വേണം. ശരിയാണ്. അപ്പോൾ മോർ പേയ്മെൻറ്റ് എന്നുള്ള ഓർത്തിരുന്നാൽ തന്നെ എന്ത് ചെയ്യും? നജികേത് മോർ, ആ ഒരു മോറും ഈ പേയ്മെൻറ്റ് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ഇനിയും വേണം എന്നുള്ള അർത്ഥത്തിലാണ് പേയ്മെൻറ്റ് മോർ. അപ്പോൾ അങ്ങനെയെങ്കിൽ പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നജികേത് മോർ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റികളെയൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒന്ന് മറന്നു പോവാതെ ഓർത്തിരിക്കുക. സെറ്റല്ലേ? RRB ആരായിരുന്നു? RRB നരസിംഹൻ കമ്മിറ്റി. RRB നരസിംഹൻ കമ്മിറ്റി. ഇനി മുദ്രാ ബാങ്കുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് ഇവിടെ മുദ്രാ ബാങ്ക്. ഇവിടെ നമ്മുടെ മുദ്രാ ലോണുകളിലേക്ക് വരികയാണെങ്കിൽ 2024 ബഡ്ജറ്റിൽ മുദ്രാ ലോണിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ലോണുകളുടെ കാറ്റഗറിയിൽ ഒരാൾ കൂടി അധികം വന്നു. അവനെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആരൊക്കെയാണ് മുദ്രാ ലോണിലൂടെ ലഭ്യമാകുന്ന ലോണിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്? 1 ശിശു, 2 കിഷോർ, 3 തരുൺ. ഇനി ഒരാളും കൂടി വന്നു നിലവിൽ. ആരാണ്? തരുൺ പ്ലസ്. ആദ്യം ശിശു ആയിരുന്നു, ശിശു പിന്നെ വളർന്ന് കിഷോറായി, കിഷോർ വളർന്ന് തരുണായി, തരുൺ പിന്നെ തരുൺ പ്ലസ് ആയി. അപ്പം അങ്ങനെയെങ്കിൽ ശിശു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ലോൺ എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് താഴെയുള്ള ലോണുകളാണ് ശിശു കാറ്റഗറിയിൽ വരിക. കിഷോർ കാറ്റഗറിയിൽ വരുന്നത് 50,000 രൂപ മുതൽ 5 ലക്ഷം വരെയുള്ള ലോണുകളാണ് എന്തിൽ വരിക? കിഷോർ കാറ്റഗറിയിൽ വരിക. തരുൺ കാറ്റഗറിയിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണുകളാണ്. തരുൺ പ്ലസ് കാറ്റഗറിയിൽ 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള ലോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് താഴെ വരെ. അപ്പോൾ 2024 ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 20 ലക്ഷം വരെ തരുൺ കാറ്റഗറിയിൽ ലോൺ കൊടുക്കാം എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റിലൂടെ നമ്മൾ തീരുമാനിക്കുന്നത്.
അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള സംരംഭങ്ങളെ വിപുലീകരിക്കാനും ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മുദ്രാ ലോണുകൾ നമുക്ക് കൊടുക്കുക. അപ്പോൾ അതിനെ 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ശിശു, കിഷോർ, തരുൺ, നിലവിൽ തരുൺ പ്ലസ് കാറ്റഗറി കൂടിയുണ്ട്. സെറ്റ് അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേടാ? ഇതുവരെ ക്ലിയർ അല്ലേ? ബാങ്കിങ് മേഖലയിൽ ഇത്രയും എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തിരിക്കണം, ഇത്രയെങ്കിലും ഓർത്തിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള അടുത്തൊരു ചോദ്യം, 2025 അടുത്തിടെ നമ്മുടെ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം എന്നാണ്. ഇതാരെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ നബാർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുന്നില്ല എല്ലാവർക്കും? വളരെ ശരിയാണ്. നബാർഡ് നിലവിൽ വരുന്നത് 1982, ഡേറ്റ് ഉൾപ്പെടെ അറിയാം നമുക്ക്. 1982 ജൂലൈ 12. ശരി, അങ്ങനെയെങ്കിൽ നിലവിലെ RBI ഗവർണർ ആരാ? നിലവിലെ RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ എന്ന് പറയുന്നത് 26ാമത്തെ നിലവിലെ RBI ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര എത്രാമത്തെ RBI ഗവർണർ ആയിരുന്നു? 26ാമത്തെ RBI ഗവർണറായിട്ടാണ് ചെയ്യുന്നത് സഞ്ജയ് മൽഹോത്രയെ അപ്പോയിന്റ് ചെയ്തത് എന്ന് മറക്കാതെ ഓർത്തിരിക്കുക. സഞ്ജയ് മൽഹോത്ര അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് 26ാമത്തെ RBI ഗവർണറായിട്ടാണ്. എത്ര വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്? ഇനി അങ്ങോട്ടുള്ള 3 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, സഞ്ജയ് മൽഹോത്രയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ? ശക്തികാന്ത ദാസ്, ഈ ഇരിക്കുന്നത് ശക്തികാന്ത ദാസാണ്. ശക്തികാന്ത ദാസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും പിന്നെ 3 വർഷം ചേർത്ത് 6 വർഷം അദ്ദേഹം RBI ഗവർണറായിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം എത്രാമത്തെ RBI ഗവർണറാണ്? 25. സ്വാഭാവികം. ഇപ്പോഴത്തെ 26 ആണെങ്കിൽ മുമ്പത്തെ ആൾ 25ാമത്തെ ആയിരിക്കും. അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ശക്തികാന്ത് ദാസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 6 വർഷമായിരുന്നു അദ്ദേഹം വരുന്നത്. 25ാമത്തെ RBI ഗവർണറാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റുകൾ, RBI ഗവർണറെ നിയമിക്കുന്നത് ആര് എന്ന് കൂടി നോക്കി വെച്ചേക്കാം. നമ്മുടെ RBI ആക്ട് പറയുന്നതനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേ ടൈം ടു ടൈം ഫിക്സ് ദി RBI ഗവർണർ എന്നാണ്. അപ്പോൾ പെട്ടെന്ന് പ്രസിഡന്റ് എന്നൊന്നും ആലോചിക്കരുത്. RBI ഗവർണറെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, RBI ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതൊക്കെ എന്നതാണ് ക്വസ്റ്റ്യൻ. 1, ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത പറയുന്നു, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് എന്ന് പറയുന്നു. ഇനി അടുത്തിടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗം, പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ പട കമന്റ് വരുന്നു. വളരെ ശരിയാണ്. ഇവിടുത്തെ കേസിൽ കുറേ പേർക്കെങ്കിലും ഡൗട്ടുള്ളൊരു ഭാഗമാണ് ഇറക്കുമതി ബദൽ വ്യാപാരം. എന്താണ് സംഭവം? നമുക്ക് നോക്കാം. ഇന്ത്യയിൽ LPG റിഫോംസ് എന്നാണ് ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ ഉടലെടുത്തതെന്നാണ്. 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നിലവിൽ വരുന്നത്. 1991. അങ്ങനെയെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? വളരെ ശരിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് PV നരസിംഹറാവു ആണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. അങ്ങനെയെങ്കിൽ ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? പെട്ടെന്ന് പറയട്ടെ. ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് മിടുക്കനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആരാണ്? തീർച്ചയായിട്ടും ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ്. അല്ലേ? എന്തിനാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം ഉടലെടുത്തതിന് കാരണമെന്ന് പറയുന്നത് ഗൾഫ് പ്രതിസന്ധി തന്നെ ആയിരുന്നു. ഗൾഫിലുണ്ടായ യുദ്ധം പെതിയെ എല്ലാ രാജ്യങ്ങളിലും ഇന്നത്തെ ഒരു അവസ്ഥ, അല്ലേ, LPG കിട്ടാനില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ പറയുന്ന ക്രൂഡ് ഓയിലൊക്കെ ഇറക്കുമതി ചെയ്യാൻ ചെല്ലുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ഇറക്കുമതി ചെലവ് കാര്യമായിട്ട് കൂടി. പല രാജ്യങ്ങളിലും ഈ പറയുന്ന വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പല രാജ്യങ്ങളെയും നയിച്ചു. അപ്പോൾ ഈ ഗൾഫിലുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ പല രാജ്യങ്ങളെയും എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ മാത്രമല്ല, മറിച്ച് പല ഏഷ്യൻ രാജ്യങ്ങളെയും, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, അത് കാര്യമായിട്ട് ബാധിക്കുകയാണ്. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കാര്യമായിട്ട് കൂടി. തുടർന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ഏതൊരു രാജ്യവും ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് വിദേശ നാണ്യ ശേഖരം സൂക്ഷിച്ചു വയ്ക്കും.
അല്ലെ വിദേശ കറൻസികൾ സൂക്ഷിച്ചു വയ്ക്കും. ഈ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 2 ആഴ്ചത്തേക്കേ ഉള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ അവസ്ഥ പോവുകയാണ്. വിദേശ നാണ്യ ശേഖരം കുറഞ്ഞു. അതേസമയത്ത് ധനക്കമ്മിയൊക്കെ ഒരുപാട് കൂടി. രാജ്യത്തെ പണപ്പെരുപ്പമൊക്കെ എന്ന് വെച്ചാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഭീമമായൊരു തുക കടമെടുക്കാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ $7 ബില്യൺ കടമെടുക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ IMFനെയും അതുപോലെ ലോകബാങ്ക് അല്ലെങ്കിൽ IBRDയെയും നമ്മൾ സമീപിക്കുന്നത്. അല്ലെ, IBRD എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ലോകബാങ്കാണ്, വേൾഡ് ബാങ്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ലോകബാങ്കിനെയും സമീപിച്ചു. ഇവർ പറഞ്ഞു, പൊന്നുമോനെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് എത്രയാണോ പൈസ വേണ്ടത് അതൊക്കെ തരാം. പക്ഷേ ഇന്ത്യയിലേക്ക് നിങ്ങൾ എന്ത് കൊണ്ടുവരണം? LPG കൊണ്ടുവരണം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ? എന്താ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഉദാരവൽക്കരണ നടപടികളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട, അടിവരയിട്ട് പഠിക്കേണ്ട പോയിന്റ്, ഇന്ത്യയിലുണ്ടായി നവസാമ്പത്തിക പരിഷ്കരണത്തിന്റെ കാലഘട്ടത്തെ അല്ലെ നവസാമ്പത്തിക പരിഷ്കരണത്തിൽ 2 നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിര നടപടി എന്ന് പറയും. സുസ്ഥിര നടപടി എന്ന് പറയുന്നത് GDP ഒക്കെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയാണ് സുസ്ഥിര നടപടി. അതുപോലെ വിദേശ നാണ്യമൊക്കെ കുറഞ്ഞു പോയില്ലേ, ആ വിദേശ നാണ്യമൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയാണ് ഏത്? സുസ്ഥിര നടപടി. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇറക്കുമതി ചെലവൊക്കെ ഒരുപാട് കൂടിയപ്പോൾ, ഇറക്കുമതി ചെലവ് ഒരുപാട് കൂടി, എന്നാൽ കയറ്റുമതി അത്രയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, അതുപോലെ കൂടുന്നൊന്നുമില്ല. ഇറക്കുമതി ചെലവ് കാര്യമായിട്ട് കൂടി, കയറ്റുമതിയിൽ വലിയ മാറ്റമൊന്നുമില്ല, ഒരുപാട് കുറവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് നോക്കുകയാണെങ്കിൽ വ്യാപാരത്തിൽ എന്ത് ചെയ്യുന്നു? നഷ്ടം കൂടി വരികയാണ്. കാര്യം കയറ്റുമതി ഒരുപാട് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു പോകുന്നു. എന്നാൽ ഇറക്കുമതിയുടെ ചെലവ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്നു. അല്ലേ? അതൊരു രാജ്യത്ത് നല്ലതല്ല. അത്രയും പൈസ കൊടുത്ത് സാധനം മേടിക്കണം, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന കുറവാണ്. അങ്ങനെ വന്നപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അടവ് ശിഷ്ടം എന്ന് പറയും. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ അത് ആകെ വഷളായി നിൽക്കുകയാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലൊക്കെ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ പ്രതിസന്ധി മറികടക്കുക, വിദേശ നാണ്യശേഖരമൊക്കെ പഴയ പോലെ നിലനിർത്തുക, അതുപോലെ GDP ഒക്കെ തിരിച്ചു കൊണ്ടുവരിക, ഇതിനുവേണ്ടി ഈ സ്വീകരിച്ച നടപടികളെ സുസ്ഥിര നടപടികൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വിളിക്കുന്നത്. അതൊരു ഹ്രസ്വകാല നടപടിയാണ്. എന്ത് ചെയ്യണം? ഇത് നമ്മൾ എന്ത് ചെയ്യും? ഹ്രസ്വകാല നടപടിയാണ്. പെട്ടെന്ന് തന്നെ അതിനകത്ത് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കഴിഞ്ഞാൽ, മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ GDP കൂടും, വളരെ പെട്ടെന്ന് GDP കൂടും. അതിനെ നമ്മൾ സുസ്ഥിര നടപടികൾ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കയറി പോയി കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകും. ആവശ്യമുള്ള സാധനങ്ങളെ ഞാനൊരു ഔട്ടറിൽ നിന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ കിട്ടാനുള്ള പോയിന്റുകൾ കുറയും. അപ്പോൾ ഈ പറയുന്ന എക്സാം ഹോളിലേക്ക് ഇരിക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ സുസ്ഥിര നടപടികൾ എന്ന് പറയുന്നത് GDP കൂട്ടുക, വിദേശ നാണ്യ ശേഖരമൊക്കെ പഴയ പോലെ കൊണ്ടുവരിക, അടവിശിഷ്ടമൊക്കെ എന്ത് ചെയ്യുക? പഴയ പോലെ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ കയറ്റുമതിയൊക്കെ കൂട്ടുക. ഇങ്ങനെയുള്ള നടപടികളാണ് ഇതെന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് എന്നുള്ള എന്ത് ചെയ്യുക? ഈ ചുരുങ്ങിയ സമയത്ത് കാണാതെ പഠിച്ചു വയ്ക്കുക. ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകളിലേക്ക് നമ്മൾ പോയിരുന്നു. അതേസമയത്ത് LPG റിഫോംസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഘടനയെ തന്നെ മാറ്റുന്ന നടപടികളായിരുന്നു. അത് ഘടനാപരമായ നടപടികളാണ്. അതെന്ത് ചെയ്യും? ഒരുപാട് സമയമെടുക്കുന്നതാണ്. അത് ദീർഘകാല പദ്ധതികളാണ് എന്ന് നമുക്ക് പറയാം. ഈ പദ്ധതികൾ എന്ന് പറയുന്നത് ദീർഘകാല പദ്ധതികളാണ്. അപ്പോൾ ഈ പോയിന്റുകൾ ഒന്ന് അടിവരയിട്ട് പഠിച്ചോണം. ഇനി ഈ സുസ്ഥിര നടപടിയിൽ വിദേശ നാണ്യ ശേഖരം നിലനിർത്താനും അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാനും രാജ്യം ചെയ്ത ഒരു അടിപൊളി പരിപാടിയുണ്ട്. മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ഒരു അടിപൊളി ഐഡിയ നമുക്ക് പറയാം. എന്താണ് ഐഡിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം കുറച്ചു എന്നുള്ളതാണ്. അതുകൂടി അങ്ങ് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കുറച്ചു, രൂപയുടെ മൂല്യച്യുതി കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ട് രൂപയുടെ മൂല്യച്യുതി കൊണ്ടുവരുന്നു, രൂപയുടെ മൂല്യം കുറച്ചു. പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് പഠിക്കുക, ആവശ്യമില്ലാത്ത കളയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം
ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഈ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് മാക്സിമം കണ്ടന്റ് കിട്ടുക, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയൊക്കെയോ ഓർമ്മയുണ്ട് എന്നൊരു സാധനം കിട്ടുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മാത്രം ഓർത്തിരിക്കുക. രൂപയുടെ മൂല്യച്യുതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? വിദേശ നാണ്യ ശേഖരം എന്ത് ചെയ്യാൻ തുടങ്ങി? തിരിച്ചു വരാൻ തുടങ്ങി. അതുപോലെ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഓഫ് പേയ്മെന്റിലെ പ്രശ്നവും മറികടക്കാൻ വേണ്ടിയിട്ട്, പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാജ്യം ചെയ്ത കാര്യം രൂപയുടെ മൂല്യം കുറച്ചു. ഓക്കെ, ഇത്രയും വരെ സെറ്റാണ്. ശരി, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒരിക്കൽ കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സുസ്ഥിര നടപടികൾ എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടിയാണ്. അടിവരായിട്ട് പഠിച്ചോണേ. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അടവ് ശിഷ്ടത്തിലെ പ്രശ്നം പരിഹരിക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക, വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, GDP ഒക്കെ പഴയ പോലെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം? സുസ്ഥിര നടപടിയുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ദീർഘകാല നടപടികളാണ് എന്ന് പറയാം. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവയുടെ ലക്ഷ്യം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കരണം വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം, അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ലൈസൻസിങ് ഒക്കെ വളരെ എളുപ്പമാക്കി. ഇപ്പോൾ ഒരു വ്യവസായത്തിന് ലൈസൻസിങ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനു മുന്നേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ലൈസൻസ് ഒക്കെ കുറേ കൂടി എളുപ്പത്തിലാക്കി. ലൈസൻസിങ് ഒക്കെ നമ്മൾ വളരെ സിമ്പിളാക്കി. ഇപ്പോൾ നമ്മുടെ മിഥുന സിനിമയിലെ ലാലേട്ടൻ്റെ അവസ്ഥയൊക്കെ മാറി. എന്ത് ചെയ്യാണ്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ലൈസൻസ് ഒക്കെ ചുമ്മാ കൊടുക്കും. ലൈസൻസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും ഏതൊരു വ്യവസായവും തുടങ്ങാനുള്ള അനുമതികളും കാര്യങ്ങളും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലയിലുള്ള ഒരുപാട് കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കപ്പെടുന്നു. ഗവൺമെൻറ് ഇടപെടലുകളൊക്കെ പരമാവധി കുറഞ്ഞു വന്നൊരു കാലഘട്ടം. അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് രാജ്യത്തിലൊരു ഘടനാപരമായ മാറ്റം തന്നെ എന്ത് ചെയ്തു? ഇത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ ഇതിനു മുന്നേ ഉള്ളൊരവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുന്നേ രാജ്യം സ്വീകരിച്ചിരുന്നത് ഒരു ഇറക്കുമതി ബദൽ നയമായിരുന്നു. ഇറക്കുമതി ബദൽ നയമാണ് ഈ ഒരു 91 മുന്നേ രാജ്യം സ്വീകരിച്ചിരുന്നത്. ഒരു ഇറക്കുമതി ബദൽ നയമായിരുന്നു. ഒരു രണ്ടാം പഞ്ചവത്സരപതിയിൽ വ്യാവസായിക നയം രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് രണ്ടാം പഞ്ചവത്സരപതി മുന്നോട്ട് വെച്ചത് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ മുന്നോട്ട് വെച്ച ഐഡിയ എന്ന് പറയുന്നത് തദ്ദേശീയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു രാജ്യം ചെയ്തൊരു കാര്യം. തദ്ദേശീയ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു നമ്മുടെ രാജ്യം ചെയ്ത ഐഡിയ എന്ന് പറയുന്നത്. തദ്ദേശീയ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക. അതിനെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറക്കുമതിയുടെ മുകളിലുള്ള നികുതിയൊക്കെ ഒരുപാട് കൂട്ടിയിരുന്നു. ഇറക്കുമതിയുടെ മുകളിലുള്ള നികുതികൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് കൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വിൽക്കാൻ വരുമ്പോൾ വലിയ വിലയ്ക്ക് സാധനം വിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുമതിയിലുള്ള നികുതിയൊക്കെ ഒരുപാട് കൂട്ടിവെച്ചിരുന്നത്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? തദ്ദേശീയ വ്യവസായങ്ങൾ, ഇന്ത്യക്കകത്തുള്ള വ്യവസായങ്ങൾ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കപ്പെടും. അങ്ങനെ ഇറക്കുമതിയുടെ നികുതിയൊക്കെ കൂട്ടി തദ്ദേശീയ വ്യവസായങ്ങൾ, ഇന്ത്യക്കകത്തുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇറക്കുമതി ബദൽ നയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുവരെ രാജ്യം സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു ഇറക്കുമതി ബദൽ നയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തിലൂടെ ചെയ്യുന്നത്? LPG റിഫോംസിലൂടെ ചെയ്യുന്നത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം തുടങ്ങിയ നടപടികളിലൂടെ ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കണേ. ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ. രാജ്യത്ത് പുറം വാങ്ങൽ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ഒക്കെ സാധ്യമാകുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന എന്തിലൂടെയാണ്? ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഔട്ട്സോഴ്സിംഗ് ഒക്കെ നടപ്പിലാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ അമേരിക്ക വരെ പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കകത്ത് നമ്മൾ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അമേരിക്കൻ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? അവരുടെ ടൈമിനനുസരിച്ച് ഇന്ത്യക്കകത്ത് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ സാധ്യമായത് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നെന്ത് ചെയ്യാം? നമുക്ക് കാണാം. ഇനി നോക്കിയടാ, ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി തന്നെയാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. ശരി തന്നെയാണ്. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
അല്ല, ഇറക്കുമതി ബദൽ നയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് LPG റിഫോംസ് ചെയ്തത്. 3 തെറ്റാണ്. 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ണ് തുറന്ന് എലിമിനേറ്റ് ചെയ്ത് 3 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി 1, 2 എന്നുള്ളത് കിട്ടും. ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? സെറ്റല്ലേ? ശരി, ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. അടുത്തൊരു ഭാഗം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. പെട്ടെന്ന് പടപട അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. അടിപൊളി, സൂപ്പർ. എല്ലാവരും പടപട കമന്റ് ചെയ്തേ. ഇവിടെ നോക്കണം, ഇതും അടുത്തിടെ 2026 ചോദിച്ചു പോയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ഇവിടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് തന്നെ അടിവരയിട്ട് നോക്കിക്കോണം. ഇനി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നാളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ എവരെ തന്നെയാണോ തന്നിരിക്കുന്നത്, ആധുനികവൽക്കരണത്തിനെ മാറ്റി ആഗോളവൽക്കരണം ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ എന്ത് ചെയ്യാവുള്ളൂ, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ഇന്ത്യൻ ആസൂത്രണത്തിന് പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളാണുള്ളത്. 8ാം ക്ലാസ് SCERT അതിനെ അടിവരയിട്ട് പറയുന്നുണ്ട്. ആരൊക്കെ? ദേ ഒരു ജെംസിനെ ഇവിടെ ഓർത്തിരിക്കുക. ജെംസ്, ഈ ജെംസിന്റെ ജിയിൽ നിന്ന് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ഒന്ന് അടിവരയിട്ട് നോക്കിയോളാം. ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച. ഇ എന്ന് പറയുന്നത് ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം. M എന്ന് പറയുന്നത് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം. ഇനി S എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയത്വം. ഈ ജേംസിനെ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ജേംസിനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ 4 എണ്ണമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ. സെറ്റല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. വളരെ ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51 മുതൽ 56 വരെയാണ്. വളരെ ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 1ാം പഞ്ചവത്സര പദ്ധതി എന്ത് മോഡൽ എന്നറിയപ്പെട്ടു? ഹരോ ഡോമർ, 2nd 5 year പ്ലാൻ. മഹൽനോബിസ് മാതൃക, 3rd 5 year പ്ലാൻ. ഗാഡ്ഗിൽ പദ്ധതി ശരിയാണ്, 5th 5 year പ്ലാൻ. DP ദർ മോഡൽ, 8th 5 year പ്ലാൻ. മൻമോഹൻ മോഡൽ എങ്കിൽ കേരള മോഡൽ എന്നറിയപ്പെടുന്ന ആരാ? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത 3ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ഇവിടെ നേരത്തെ സാധനമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. വളരെ ശരിയാണ്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളെ 2ആയിട്ടും തരംതിരിക്കുകയാണെങ്കിൽ 1 മുതൽ 7 വരെയുള്ള പഞ്ചവത്സര പദ്ധതി, അല്ലെങ്കിൽ 1 മുതൽ 6 വരെ നമുക്ക് നോക്കാം. അടുത്തത് 7 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതി. ശരിക്കും 7ാം പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഉള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാശ്രയ സമീപനമാണ് രാജ്യം സ്വീകരിച്ചത്. കൂടുതലും പ്രാധാന്യം കൊടുത്തത് പൊതുമേഖലാ വ്യവസായങ്ങൾക്കാണ്, പൊതുമേഖലാ കമ്പനികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തത്. അപ്പം അങ്ങനെയെങ്കിൽ സ്വകാര്യ മേഖലകളൊക്കെ ഒരുപാട് കുറവായിരുന്നു, സ്വകാര്യ കമ്പനികളൊക്കെ ഒരുപാട് കുറവായിരുന്നു. ശരിയല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മൾ പറയും ഇവിടുത്തെ വളർച്ചാ നിരക്കും രാജ്യത്ത് ഒരുപാട് കുറവായിരുന്നതായിട്ട് കാണാം. ഈ വളർച്ചാ നിരക്കിനെ നമ്മൾ പറയും ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് വിളിക്കും. വളർച്ചാ നിരക്ക് ഇത്രയും കാലഘട്ടവും കുറവായിരുന്നു. ആ വളർച്ചാ നിരക്കിനെ നമ്മൾ ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് വിളിക്കും. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചിരുന്നത് നെഹ്റൂവിയൻ സോഷ്യലിസത്തിന്റെ കാലഘട്ടമാണ്. നെഹ്റൂവിയൻ സോഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലിനൊന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഐഡിയ ആയിരുന്നില്ല, മറിച്ച് ഈ പറയുന്ന ദാരിദ്ര്യം ഇല്ലാതാക്കാനും പട്ടിണി ഇല്ലാതാക്കാനും അതുപോലെ അസമത്വം കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള സോഷ്യലിസ്റ്റിക് ഐഡിയോളജികളാണ് നെഹ്റു മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ നെഹ്റൂവിയൻ സോഷ്യലിസത്തിന്റെ കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കും. ഇനി 7 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കാണുന്നത് ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധിയുടെ സമയത്ത് 7ാമത്തെ 5 year പ്ലാൻ ഉദാരവൽക്കരണം തുടക്കം കുറിച്ചു.
പക്ഷെ കാര്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആരാണ്? LPG റിഫോംസ് ആണ്. സെറ്റല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ GDP ഗ്രോത്ത് കുറഞ്ഞു കാണോ കൂടിക്കാണോ? ഉറപ്പായിട്ടും GDP ഗ്രോത്ത് കൂടി. ഹിന്ദു വളർച്ചാ നിരക്ക് മാറി. രാജ്യത്ത് പുതിയൊരു മേഖല കൂടി വളർന്നു വരുന്നു. സേവന മേഖല വികാസം പ്രാപിക്കാൻ തുടങ്ങി. അല്ലേ? ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമാണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ LPG റിഫോംസ് കൂടി വന്നപ്പോൾ കൂടുതൽ സ്വകാര്യ മേഖലയ്ക്ക് രാജ്യം പ്രാധാന്യം കൊടുക്കാൻ ആരംഭിച്ചു. സ്വകാര്യ മേഖലയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? വളർന്നു വരാൻ ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടും തരംതിരിച്ച് എന്ത് ചെയ്തേക്കുക, ഈ ഒരു പഞ്ചവത്സര പദ്ധതികളെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഇനി നോക്കാം, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്വാശ്രയ സമീപനത്തിനാണ് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. പിന്നെ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കിട്ടുന്നില്ലേ എല്ലാവർക്കും? വെരി ക്ലിയർ സെറ്റാണ്, ഇതുവരെ സെറ്റ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് നിതി ആയോഗുമായി ബന്ധപ്പെട്ട് നിതി ആയോഗിൻ്റെ ഏറ്റവും പുതിയ CEO ഒന്ന് ഓർത്തിരിക്കുക. നിതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം കമന്റ് ചെയ്യുന്നവരോട് BVR സുബ്രഹ്മണ്യം മാറി. നിതി ആയോഗിന്റെ നിലവിലെ CEO എന്ന് പറയുന്നത് നിധി ചിബ്ബറാണ്. തൽക്കാലത്തേക്ക് ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നിധി ചിബ്ബറിനെ നിതി ആയോഗിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. നേരത്തെ BVR സുബ്രഹ്മണ്യമായിരുന്നു. ആര് മാറി? ഇപ്പം BVR സുബ്രഹ്മണ്യം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിതി ആയോഗിന്റെ നിലവിലെ CEO ഈ നിധിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണേ. നിധി ഈ നിധിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ നിതി ആയോഗിന്റെ നിധിയും ഈ നിധിയെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO, ആ നിധിയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ആരാണ്? ഇപ്പോഴത്തെ CEO നിധി ചിബ്ബർ. സെറ്റ്. നിതി ആയോഗ് എന്നാ നിലവിൽ വരുന്നത്? നിതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 ആര് വരുന്നു? നിതി ആയോഗ് വരുന്നു. 2015 ജനുവരി 1. നിതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്ന പേര് ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2015 ഫെബ്രുവരി 8 എന്ത് ചെയ്യുന്നു? നിതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നു. എങ്കിൽ നിതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ കുളറാണ്. ആദ്യത്തെ വൈസ് ചെയർപേഴ്സൺ അരവിന്ദ് ബനഗരിയാണ്. അരവിന്ദ് ബനഗരിയ നിലവിലെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷണറാണ് എന്നെന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. നേരത്തെ ആരായിരുന്നു? 15ാമത്തേത് NK സിംഗ് ആയിരുന്നു. സെറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ CEO നിധി ചിബ്ബർ ആണെങ്കിൽ ഇപ്പോഴത്തെ വൈസ് ചെയർമാനെ കൂടി ഓർത്ത് വെച്ചോ. നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ സുമൻ ബെറിയാണ്. നിലവിലെ വൈസ് ചെയർമാൻ ശ്രീ സുമൻ ബെറിയാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. നിലവിലെ വൈസ് ചെയർപേഴ്സൺ ശ്രീ സുമൻ ബെറി. അപ്പോൾ നിതി ആയോഗിന്റെ ചെയർമാൻ ആരാ? നിതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കും. നിതി ആയോഗിന്റെ ഘടന കൂടി ഒന്ന് നോക്കി വെച്ചേക്കണേ. നിതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ ആര് നിയമിക്കും? പ്രധാനമന്ത്രി തന്നെ നിയമിക്കും. അതാണ് വൈസ് ചെയർമാൻ. നിലവിലെ വൈസ് ചെയർമാൻ ആരായിരുന്നു? സുമൻ ബെറിയാണ്. ഇനി പ്ലാനിംഗ് കമ്മീഷനിൽ സ്ഥിരാംഗങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിതി ആയോഗിൽ സ്ഥിരാംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും ഉണ്ടാവും. നിലവിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ താൽക്കാലിക അംഗങ്ങൾ 2 പേരെ ആകാവൂ എന്ന് എന്ത് ഓൾറെഡി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ താൽക്കാലിക അംഗങ്ങൾ എത്ര പേരാണ് നിതി ആയോഗിൽ? 2 പേര്. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള 2 പേരെയാണ് എന്ത് ചെയ്യുന്നത്? താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുക. ഇനി അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവും. അപ്പോൾ ഈ 2 നമ്പറുകൾ ഓർത്തിരിക്കുക. 2 താൽക്കാലിക അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും. അപ്പോൾ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൗദ്യോഗിക അംഗങ്ങൾ. ഇനി CEO നിയമിക്കുന്നതും ആര് തന്നെ? രാഷ്ട്രപതിയല്ല, പ്രധാനമന്ത്രിയാണ്. സെറ്റല്ലേ? ഇനി നിതി ആയോഗിന്റെ ഭരണസമിതിയെ ഗവേണിംഗ് കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഈ ഗവേണിംഗ് കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും എന്നുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പരീക്ഷയ്ക്ക് മുന്നേ ഇത്രയും പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഹരിത വിപ്ലവം എന്ന ഭാഗം വിട്ടുകളയരുത്. ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അതുകൂടി എന്ത് ചെയ്യാം? ഒന്ന് നോട്ട്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ അതുപോലെ കോട്ടങ്ങൾ, ഈ 2 ഭാഗം എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്തോളൂ? ഒന്ന് മനസ്സിൽ വെച്ചോളാം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും അതുപോലെ കോട്ടങ്ങളും. ഓക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ഓടിച്ചെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്തിട്ട് കുറച്ച് പോയിന്റുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നവർക്ക്, പഠിച്ചവർക്ക് ഓൾറെഡി പഠിച്ച പോയിന്റുകളൊക്കെ ഒന്ന് ഓർമ്മ വന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഒരു മാരത്തോൺ നിങ്ങൾക്ക് ഗുണമാകുന്നു, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗുണമായി, അല്ലെങ്കിൽ ഇതുവരെ പഠിക്കാത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ, എക്കണോമിക്സിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ ഹാളിലേക്ക് പോവുക. എന്നുവെച്ചാൽ ഒരുങ്ങി പോകണമെന്നല്ല ഞാൻ പറയുന്നത്. എന്ത് ചെയ്യുക, ഈ ടെൻഷനുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് പരീക്ഷയെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ടെൻഷൻ അടിച്ച് ഒന്നും തെറ്റിക്കാതിരിക്കുക. ഓക്കെ, നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക. അറിയുന്ന കാര്യങ്ങൾ മാക്സിമം എലിമിനേറ്റ് ചെയ്താണെങ്കിലും ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. ബൈ.